ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അർക്കാൻ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ ഐഡിയ ഇല്ല, ജസ്റ്റ് നമ്മളൊരു ഇൻസ്റ്റാ പോസ്റ്റ് കണ്ടിട്ടാണ് പോണത്. അപ്പോൾ നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് നല്ല അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ. കുറച്ച് സമയം എടുത്തു അവിടെ എത്താനായിട്ട്, എന്നാലും കൂടി അടിപൊളി സംഭവമാണ്. 500 ഫിൽസ് ആണ് നമ്മൾ ഓരോ ടിക്കറ്റിന് വരുന്ന ഒരാൾക്ക് വരുന്നത്. കിഡ്സിന് ചാർജ് വരുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പം അത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആ ഒരു സൈഡ് ഫുള്ള് ഫുഡ് കോർട്ട്സ് ആണ്. അപ്പോൾ അവിടെ ഫുള്ള് നല്ല തിരക്കുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഒരു സമയം ഏകദേശം ഒരു സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു, ഒരു 4 to 4:30 ആ ഒരു ടൈം ആയിട്ടുണ്ടായി. ഇപ്പോൾ ഇവിടെ ആ സമയം 5 മണിയൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ ഇരുട്ടായി തുടങ്ങും കേട്ടോ. അപ്പോൾ അത്യാവശ്യം ലൈറ്റ്സൊക്കെ ഓണായി തുടങ്ങുന്നുണ്ടായുള്ളൂ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായേനെ, ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായേനായിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് വിൻറ്റേജ് കാർസും കാര്യങ്ങളൊക്കെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഫോട്ടോസ് എടുക്കാനൊക്കെ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് അതുമ്പോൾ ടച്ച് ചെയ്ത് നിൽക്കാനൊന്നും പറ്റില്ല. പിന്നെ കണ്ടില്ല ഇതുപോലെ കുറേ ഫോട്ടോ ഫ്രെയിംസ്, ഇതൊക്കെ ബലൂണൊക്കെ വെച്ച് ചെയ്തിരിക്കുന്നതാണ്. ഒത്തിരി ഫോട്ടോ ഫ്രെയിംസും കിഡ്സിനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കളിക്കാനൊക്കെ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതിനകത്തൊക്കെ പിള്ളേർക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി ഫീ കൂടാതെ തന്നെ അവിടെ ചെറിയൊരു ഫീ, അതുപോലെ തന്നെ ചെറിയൊരു ഫീയും കൂടെ വരുന്നുണ്ട് നമുക്ക് കിഡ്സിന് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദച്ചുവിന് പേടിയായിട്ട് ദച്ചു അവിടെ നിൽക്കണതാണ് കാണുന്നത് കേട്ടോ. ദച്ചുവിന് അങ്ങോട്ട് കയറി കളിക്കാനായിട്ട് പേടിയാണ്. അതിൻ്റെ മുകളിൽ നിന്ന് സ്ലിപ്പ് ആവണ കാരണം കൊണ്ട്, അതിങ്ങനെ ആടുമൊക്കെ ചെയ്യണ കാരണം കൊണ്ട് ദച്ചുവിന് കയറാൻ പേടിയാണ്. അപ്പോൾ കിച്ചുമോൻ വന്നിട്ട് വിളിച്ചുകൊണ്ട് പോവാണ് കളിക്കാൻ വരാൻ പറഞ്ഞിട്ട് കേട്ടോ. പക്ഷേ ദച്ചു അങ്ങോട്ട് അത് ഞങ്ങൾ കയറി പോകണില്ല. ആൾ അത്ര അങ്ങോട്ട് ഇൻട്രസ്റ്റഡ് അല്ല. അങ്ങനത്തെ അവന് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഷോർട്സ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. എന്നിട്ട് ഏട്ടനും ഞാനും ചുമ്മാ അവിടെയൊക്കെ ഒന്ന് കറങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടത് ഇതൊക്കെ കപ്പിൾ ഫ്രെയിംസ് ആണ്. അപ്പം അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇതൊക്കെ കിഡ്സിന് ഉള്ള ഒരു ഫ്രെയിമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ചെയർ കണ്ടപ്പോഴത്തേക്ക് ദച്ചു വേഗം കയറിയിരുന്ന് ഇവിടെ ഫേസ് പെയിൻറ്റിങ്, അതുപോലെ മെഹന്തി, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അപ്പോൾ ഇത് ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നില്ല. സന്ധ്യ ആവണം തുടങ്ങാനായിട്ട്. പിന്നെ കുറേ ഷോപ്സ് ഉണ്ട് ഇവിടെ, ഇങ്ങനെ ഡ്രസ്സുകളുടെ ഷോപ്പുകൾ, അതുപോലെ ടോയ്സിൻ്റെ ഷോപ്പുകൾ, കുറേ ടോയ് ഷോപ്പുകൾ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഊത്, അതുപോലെ അത്തറൊക്കെ കൊടുക്കുന്ന ഷോപ്പുകൾ, അത് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അതേ നമ്മുടെ സനിബായും അജയ് ചേട്ടനും കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ നാട്ടിൽ കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണിത്. ഇതൊക്കെ നമുക്കിങ്ങനെ നല്ല സ്മെല്ല് കിട്ടുന്ന സംഭവങ്ങളുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ പുക ആക്കി വെക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു സ്മെല്ലായിരിക്കും വീട്ടിന് ഫുള്ളായിട്ട് കിട്ടുക. പിന്നെ അതേ അപ്പുറത്തുള്ളത് വേറൊരു ഇതേപോലത്തെ കൂടെ ഒരു ആക്ടിവിറ്റീസൊക്കെ ഉള്ളൊരു ഫെസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് നേരം ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കാറ്റും ചെറിയ തണുപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കിഡ്സിനൊക്കെ വയ്യാതാവില്ല. അതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം അങ്ങനെ പുറത്ത് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് നിന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ കാണാനൊക്കെ നല്ല രസമാണ്, നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട്. അത് ആ സൈഡിൽ നിന്നാണ് നമുക്കുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം ഫുഡ് കോർട്ടും ഷോപ്പുകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ അഭ്യാസം മാത്രമല്ല കേട്ടോ, നമുക്ക് ഇന്ത്യൻ ഡ്രസ്സുകൾ, അതായത് നമ്മുടെ ചുരിദാർ ടോപ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഡ്രസ്സുകൾ, അതുപോലെ ജീൻസ് ടോപ്പുകളൊക്കെ ഉണ്ട്. കണ്ട ഈ ഒരു ഊഞ്ഞാൽ ആ ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള അതിൻ്റെ മുകളിലാണ് ഈ ഊഞ്ഞാലൊക്കെ. അതുപോലെ പിന്നെ പാനിപൂരി, അങ്ങനെ നമുക്ക് അത്യാവശ്യം നല്ല ഇന്ത്യൻ ഫുഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അറബിക് ഫുഡ്സ് മാത്രമല്ല, അത്യാവശ്യം ഇന്ത്യൻ ഫുഡ്സിൻ്റെ സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കുട്ടികളെ ഊഞ്ഞാലിലൊക്കെ ഇരുത്തി വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മളെല്ലാവരും കൂടെ നിന്നിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അത്യാവശ്യം നല്ല ഒരു കുറച്ച് നേരം ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഫോട്ടോസ് എടുക്കാനാണ് സ്പെഷ്യലായിട്ട് അവിടെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഓരോ ഫ്രെയിംസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ കൂടുതൽ എടുക്കാൻ കരുതിയിട്ടാണ് കേട്ടോ. അപ്പം ഊഞ്ഞാലിരുന്ന് ആടണമാണ്. ദച്ചുവിന് വേഗം ഇറങ്ങിപ്പോയിട്ട്, ദച്ചുവിൻ്റെ പേടിയാണ് ഊഞ്ഞാലാടാനായിട്ട്. അപ്പം പിന്നെ കുറച്ച് നേരം കിച്ചുവിനും ഞാനും ഒക്കെ കൂടെ അങ്ങനെ ആട്ടിയും ഒക്കെ നിന്ന് കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്യും. അപ്പോൾ അത്രയും തിരക്കുണ്ടായില്ല നമ്മളെത്തിയ സമയത്ത്. കുറച്ചുകൂടെ സന്ധ്യ ആയിട്ടാണെങ്കിൽ നല്ല തിരക്കുണ്ടാവും കേട്ടോ. നമ്മൾ അത്ര ഇരുട്ടാവുന്നതിന് മുന്നെയാണ് വന്നത്, അപ്പോൾ അധികം തിരക്കുണ്ടായില്ല. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് നമ്മുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുകയാണേ. പിന്നെ അപ്പുറത്തൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദച്ചുവൊക്കെ അങ്ങോട്ട് ഓടി പോകണ കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമുക്കന്ന് അവിടെയൊക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് പറഞ്ഞ് നടന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ ഫോട്ടോസ് എടുക്കാനായിട്ട് സ്പെഷ്യലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അടിപൊളി ആ ഒരു ലുക്കാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പോകുന്നു കേട്ടോ. അപ്പോൾ അവിടെ സിറ്റി ടൂറിനുള്ള ബസ്സും ഉണ്ട് കേട്ടോ. ഡബിൾ ഡെക്കർ മുകളിൽ ഓപ്പൺ ആയിട്ടുള്ള അങ്ങനത്തെ ബസ്സും കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. അപ്പം എല്ലാവരും ഒന്ന് വന്ന് കയറി നോക്കുക. ഈ സ്ഥലം ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് വന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.